ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ 6th സ്റ്റാൻഡേർഡിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദീപകം ടെക്സ്റ്റാണ്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് ലെസനാണ് തുടങ്ങിയത്. അതിൽ സ്വരാഹ ദ്വിവിധാഹ എന്ന് പറഞ്ഞ സ്വരങ്ങളുടെ 2 ടൈപ്സാണ്. ഏതൊക്കെയാണ്? സമാനാക്ഷരാണി, സന്ധ്യാക്ഷരാണി. അതൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്കടുത്തത് വ്യഞ്ജനാനി പഠിക്കണം. വ്യഞ്ജനങ്ങൾ. നേരത്തെ പറഞ്ഞ സ്വരങ്ങൾ എന്താ? സ്വന്തമായിട്ട് നിൽക്കാൻ കഴിയുന്നതാണ്, വേറൊന്നിൻ്റെ സഹായം ആവശ്യമില്ല. പക്ഷേ വ്യഞ്ജനം അങ്ങനെയല്ല. എങ്ങനെയാണ് വ്യഞ്ജനം? എങ്ങനെയാണ്? ഒന്നിൻ്റെ സഹായം വേണം. മനസ്സിലായില്ലേ? അതാണ് വ്യഞ്ജനം. പേജ് നമ്പർ 2 ആണ്. പേജ് നമ്പർ 2 നോക്കിക്കോളൂ. വ്യഞ്ജനാനാം ഉച്ചാരണേ കസ്യചിത് സ്വരസ്യ സഹായത അവശ്യം ഭവതി. വ്യഞ്ജനങ്ങൾക്ക് സ്വരസ്യ സഹായം, സ്വരത്തിൻ്റെ സഹായം, ഹെൽപ്പ് വേണം. എന്തിൻ്റെ? സ്വരത്തിൻ്റെ സഹായം അത് ഉണ്ടെങ്കിലേ പറയാൻ പറ്റുകയുള്ളൂ. അതഹ വർണ്ണമാലായാം വ്യഞ്ജനാനാം ഉച്ചാരണാർത്ഥം സർവത്ര അ സ്വരസ്യ യോജനം ഭവതി. ഇപ്പം എക്സാമ്പിളായിട്ട് ഇപ്പം ക്ക് എന്നൊരു ഈ ക്ക് എന്ന് ഇത് കീന്നെ വായിക്കണം. ഇതിൻ്റെ കൂടെ ഒരു ആ വരുമ്പോഴാണ് എന്താവുന്നത്? ക ആവുന്നത്. കീടെ കൂടെ ഒരു ആ വരുമ്പോൾ കായാവും. അതുപോലെ ഖ്, അതുപോലെയാണ് ഖ്, കാഖ. അപ്പോൾ അതേപോലെ അതൊന്ന് മനസ്സിലാക്കി തരാം. അതായത് അത് ഇനി ബാക്കി വരും. അതിന് മുമ്പായിട്ട് നമ്മൾ അക്ഷരങ്ങൾ വ്യഞ്ജനത്തിലെ ചത്വാരഹ ഭേദാഹ സന്തി. വ്യഞ്ജനങ്ങൾക്ക് ചത്വാരഹ ഭേദാഹ 4 ഡിവിഷൻസ് ഉണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് പറയുന്നത് സ്പർശാഹ. ആദ്യത്തേതാണെന്താ? സ്പർശാഹ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് പേജ് നമ്പർ 2. അല്ലെങ്കിൽ വർഗ്യാഹ വർണ്ണാഹ. വർഗ്യാഹ വർണ്ണാഹ അവ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് സ്പർശാഹ ഫസ്റ്റ് വണ്ണാണ്. സ്പർശാഹ അല്ലെങ്കിൽ വർഗ്യാഹ വർണ്ണാഹ. നോക്കിക്കോളൂ, ഇവിടെ കൊടുത്തിരിക്കുന്ന നോക്കിക്കോളൂ. ഇതിൽ ക ഖ ഗ ഘ ങ ഇവിടെ ഇങ്ങനെ ഓരോന്നിനും 1 2 3 4 5 ഡിവിഷൻ ഉണ്ട്. ഈ 5 ഡിവിഷനിൽ വർഗങ്ങൾ, ഓരോ വർഗങ്ങളാണ്. അതായത് ഇത് കവർഗ, കവർഗാക്ഷര. കവർഗങ്ങൾ എന്ന് പറയുമ്പോൾ ക ഖ ഗ ഘ ങ. ഈ ക എങ്ങനെ വന്നത്? ഖ് പ്ലസ് ആയാണ്. ഖ എങ്ങനെ വന്നു? ഖ് പ്ലസ് ആ. ഗ എങ്ങനെ വന്നു? ഗ പ്ലസ് ആ. ഖ എങ്ങനെ വന്നു? ഖ് പ്ലസ് ആ. ആയോ? ങ് പ്ലസ് ആ. എല്ലാത്തിനൂടെ ആ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒന്ന് സഹായം വേണം ഇതിന് വ്യഞ്ജനം. അപ്പോൾ നോക്കിക്കോളൂ. പിന്നെ അപ്പോൾ ഇത് കവർഗാഹയാണ്. ഇത് ഇത്രയും കവർഗാഹ. ഇനി അടുത്ത ചവർഗാഹ. തുടങ്ങുന്ന ചായയിലല്ലേ? ഇവിടെ കവർഗ കായിൽ തുടങ്ങി. ഇവിടെ ചാ ഛ ജാ ഛ ഞ. ഇവിടെ അങ്ങനെ തന്നെ ആയുടെ സഹായമുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ചട്ട ടവർഗാഹ ടാ ഠ ഡാ ഠ ണ. പിന്നെ തവർഗഹ താ ഥ ദാ ഥ ന. പവർഗഹ പ ഫ ബ ഫ മ. ഇത് ഇത്രയുമാണ് അത് സ്പർശാഹ. മനസ്സിലായില്ലേ? അതാണ് സ്പർശാഹ. അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പേജിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കൊടുത്തിട്ടുണ്ട് കവർഗഹ, ചവർഗഹ, ഓരോന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വർഗ്യാഹ. അപ്പോൾ ഉച്ചാരണ സ്ഥാന അനുസാരേണ 5 വർഗേഷു വിഭക്താഹ ഭവന്തി. 5 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് കവർഗഹ, ചവർഗ. കച്ചടത്തപ്പ എന്ന് വേണമെങ്കിൽ പറയാം. കച്ചാട്ടാത്തപ്പ കവർഗഹ, ചവർഗഹ, അങ്ങനെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് അന്തസ്താഹയാണ്. അന്തസ്താഹ ഏതെന്ന് നോക്കാം. അന്തസ്താഹ എന്ന് പറയുമ്പോൾ യാരാലാവ. അന്തസ്താഹ ഇത് രണ്ടാമത്തതാണ്. യാരാലാവയാണ് അന്തസ്താഹ. അത് കഴിഞ്ഞിട്ട് അടുത്ത ഊഷ്മവർണ്ണാഹ. ഊഷ്മാക്കൾ എന്ന് മലയാളത്തിൽ പറയും. ഊഷ്മവർണ്ണാഹ എന്താണ്? ശാ ഷ സാഹ.
ശ ഷ സ ഹ. ഇങ്ങനെയാണ് ആ പേര് വന്നത് തന്നെ. ഊഷ്മവർണ്ണ, അതായത് ഉച്ചാരണ സമയേ മുഖാത് ഉഷ്ണ വായു നിസ്സരതി. വായിൽ നിന്ന് ഒരു ഉഷ്ണവായു നിസ്സരതി പുറത്തേക്ക് വരുന്നു. എങ്ങനെയാണ് പറഞ്ഞു നോക്കൂ. ഷ എന്ന് പറയുമ്പോൾ വായിക്കകത്ത് ഒരു സ്വരം, ഒരു ഇത് വരുന്നില്ല, ഒരു വായു. ഷ ഷ സ ഹ. മനസ്സിലായില്ലേ? അതാണ്. അടുത്ത നാലാമത്തതാണ് അയോഗവാഹൗ. അയോഗവാഹൗ. അതെന്താണ് ഈ അയോഗവാഹൗ എന്ന് പറഞ്ഞാൽ? അയോഗവാഹൗ വർണ്ണവും അയോഗവാഹൗ വർണ്ണവും. ഇവിടെ അയോഗവാഹൗ എന്ന് കൊടുത്തിരിക്കുന്നു, ദ്വിവചനം പറഞ്ഞിരിക്കുന്നു. അതുപോലെ വർണ്ണവും ദ്വിവചനം പറഞ്ഞിരിക്കുന്നു. എന്താ കാരണം? രണ്ടെണ്ണേ ഉള്ളൂ. അം അഹ. അത് രണ്ടുമാണ് അയോഗവാഹം. അം അഹ. ഇതിനെ പറയും അനുസ്വാരം എന്ന് പറയും, ഇത് വിസർഗം എന്ന് പറയും. ഇത് അനുസ്വാരം, ഇത് വിസർഗം, അങ്ങനെ പറയും. അപ്പോൾ ഈ രീതിയിലാണ്. അപ്പോൾ ഇതിങ്ങനെ കൊടുത്താൽ എന്താണ്? ഇത് അനുസ്വാരം ഇതിൻ്റെ മുകളിൽ. ഇങ്ങനെ വന്നാലോ അത് വിസർഗം. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും നാല് കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞത്. ഓരോന്നും നോക്കിക്കോളൂ. ആദ്യം സ്പർശാഹ ഏതാണെന്ന് പറഞ്ഞു. വർഗ്യാഹ വർണ്ണാഹയാണ് സ്പർശാഹ. അത് അന്തസ്ഥാഹ ഏരലാവ, ഊഷ്മവർണ്ണാഹ ശാഷാസാഹ, അയോഗവാഹോ വർണ്ണവും അം അഹ. ഇത്രയാണ് ഈ 4 ടൈപ്സ് എന്ന് നേരത്തെ പറഞ്ഞില്ലേ. ചത്വരഹ ഭേദാഹ സന്ധി എന്ന് പറഞ്ഞില്ലേ, അതാണത്. ഇനി നമുക്ക് സംയുക്ത വ്യഞ്ജനാനി. സംയുക്തം എന്ന് കൂടിച്ചേർന്നത്. ഒന്നിലധികം അക്ഷരങ്ങൾ, അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് പേജ് നമ്പർ 10 നോക്കിക്കോളൂ. ഏകാധിക വ്യഞ്ജനവർണ്ണാനാം മേളനേന. വ്യഞ്ജനവർണ്ണങ്ങളുടെ മേളനം കൂടിച്ചേർത്താൽ സംയുക്ത വ്യഞ്ജനാനി ഭവന്തി. അതെങ്ങനെയാണെന്ന് നോക്കാം. അവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് ഇക്ഷയാണ്. ഈ ഇക്ഷയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇക്ഷ എങ്ങനെയാണ് നമുക്ക് ഇക്ഷ ആയത് നോക്കാം. ആദ്യം ക പ്ലസ് ഷ് ആവുമ്പോഴേ ഇക്ഷ ആയി. പ്ലസ് എന്തുകൊണ്ട് ഇവിടെ ക്ഷ എന്ന് പറയുമ്പോൾ ഒരു ആയില്ലേ പറയുമ്പോൾ, അപ്പോൾ ആയായി. അതാണ് ഇക്ഷ. ഇത്രയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായി? ഇനി അതുപോലൊരു വാക്കാണ് കക്ഷ. അപ്പോൾ ഇവിടെ ഇക്ഷ ഇല്ലേ, അത് എങ്ങനെ വരുമെന്ന് നോക്കാം. ആദ്യം കാ നോക്കുക. കാ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ക പ്ലസ് ആയാണ് ക. ഇനി അത് വേറെ എന്തുണ്ട്? പിന്നെ ഇക്ഷ ഇല്ലേ. ഈ ഇക്ഷ ഇവിടെ വന്നത് എങ്ങനെയാണ്? ഇതുപോലെ പ്ലസ് ഷ് പ്ലസ് ആയാണോ? അല്ല, ഇവിടെ കക്ഷാന്ന് ദീർഘമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതാണ് വരുന്നത്. അതുപോലെ ചക്ഷുഹു. ആദ്യമൊക ച് പ്ലസ് അപ്പം ചായായി. ഇനി പ്ലസ് ഇക്ഷ. ഇതുപോലെ വരും. എങ്ങനെ? ക പ്ലസ് ഷ് പ്ലസ് ഇനി ഇക്ഷു അല്ലേ, ഊ പ്ലസ് പിന്നെ വിസർഗം വന്നു, വിസർഗ. അപ്പോൾ ചക്ഷുഹുവായി. മനസ്സിലായില്ലേ? അടുത്തത് ഇത്ര എങ്ങനെ വന്നു? ഇത്ര എങ്ങനെ അവിടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്. അത് പിന്നെ എക്സാമ്പിൾ ഞാൻ കൂടുതൽ കൊടുത്തന്നേ ഉള്ളൂ. ഇത്ര വരുന്നത് പ്ലസ് ആയി പ്ലസ് അപ്പോൾ ഇത്രയായി. അപ്പോൾ ഇനി അതുപോലെ മിത്രം എന്നുള്ള വാക്ക് അല്ലെങ്കിൽ പത്രം എന്നുള്ള വാക്ക്. മിത്രം നോക്കാം. മീ എന്ന് പറയുമ്പോൾ എങ്ങനെ? മീ എങ്ങനെ ആയി? പ്ലസ് ആണ് മീ. ഇനി പ്ലസ് അത് ത്രായില്ലേ. അപ്പോൾ ത്രായ എങ്ങനെ വന്നു? പ്ലസ് 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 പിന്നെ ഇത്രയാണ് മിത്രം. അതുപോലെ പത്രം. എങ്ങനെ വന്നു? പ്ലസ് പിന്നെന്തെല്ലാം ഉണ്ട് അവിടെ? ഇത്ര എങ്ങനെ വന്നെന്ന് എഴുതണം. പ്ലസ് 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 ഇനി എന്താണ്? ആണ് കൊടുത്തിരിക്കുന്നത്.
ഇങ്ങനെയാണ് വരുന്നത്. മനസ്സിലായില്ല? അപ്പോൾ അത് അതുപോലെ നിങ്ങൾ കണ്ടുപിടിച്ചെഴുതണം. അതുപോലെ വേറൊരു വാക്കുകൂടെ ഞാൻ തരാം, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. പാത്രം, മിത്രം, പാത്രം എന്നുള്ളത് പാത്രം തന്നെ കണ്ടുപിടിച്ചെഴുതുക, തന്നെ നോക്കുക. പാ എങ്ങനെ വരും? പ്ലസ് ആയാണ്, അങ്ങനെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനെ വേണം അത് കണ്ടുപിടിച്ചെഴുതാൻ. അടുത്ത നോക്കിക്കോളൂ. അടുത്തത് ഇജ്ഞ. ഇജ്ഞ എങ്ങനെ വരുന്നു? അജ്ഞ എങ്ങനെ വന്നു നോക്കാം. ജ് എന്നുണ്ട്. ജ് പ്ലസ് ഞ്. ജ് പ്ലസ് ഞ് ആയപ്പോൾ ജ് ആയി. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ഒരായും കൂടെ പ്ലസ് ആ. അപ്പോഴാണ് എന്തായത്? മാറ്റിയത് ജ്ഞായത്. അത് അപ്പം ജ്ഞാനം എങ്ങനെ വരും? ജ്ഞാനം ആദ്യം ഇജ്ഞ കണ്ടുപിടിക്കുക. ജ് പ്ലസ് ഞ് പ്ലസ് ആയാണ് ഇവിടെ വരേണ്ടത്. ആയാണ്. അപ്പം ഇവിടെ ആ ഞായി പ്ലസ് ഇനി ന. എന്ന് പറയുമ്പോൾ ന് പ്ലസ് ആ പ്ലസ് പിന്നെന്തുണ്ട്? മ. ഇതുപോലെയാണ് എഴുതേണ്ടത്. അതുപോലെ നിങ്ങൾ വിജ്ഞാനം, അഭിജ്ഞാനം, വൈജ്ഞാനിക തന്നെ ഒന്ന് എഴുതി നോക്കൂ. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ വി വരണം. വി വരുമ്പോൾ വ് പ്ലസ് ഇ ആണ്. പിന്നെ അത് കണ്ടുപിടിക്കുക. അതുപോലെ അഭിജ്ഞാനം ആടെ ഉണ്ട്. അതുപോലെ വൈജ്ഞാനിക, ഇത് തന്നെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. അടുത്ത നോക്കിക്കോളൂ. നാലാമത്തത് ദ്യ. ദ്യ എന്നുള്ള അക്ഷരം എങ്ങനെയാണ്? ദ് പ്ലസ് യു. അപ്പം ദി ആയി. എന്നിട്ട് യ ആ. ഇതാണ് ദ്യ ആയിട്ട് വരുന്നത്. മനസ്സിലായില്ലേ? ദ്യ കഴിഞ്ഞിട്ട് അതിന് വാക്ക് വിദ്യ. വിദ്യ എങ്ങനെ വരും? വിദ്യ ആദ്യം വി നോക്കണം. വി എന്ന് പറയുമ്പോൾ വ് പ്ലസ് ഇ പ്ലസ് അപ്പം വി ആയി. ഇനി ദ്യ എങ്ങനെ? ഇത് ദ് നോക്കൂ. ദ് പ്ലസ് യ് പ്ലസ് ഇവിടെ ദീർഘമാണ്. അപ്പം ആ വിദ്യ. അതുപോലെ വിദ്യാലേഖം തന്നെ എഴുതാം. ഇതുപോലെ തന്നെ വരുന്നത്. അപ്പം ആദ്യം വി പറയണം. പിന്നെ ദ്യ ദീർഘമാണ്. ല ല് ആ ല് പ്ലസ് ആ യ യു പ്ലസ് ആ. അത് കഴിഞ്ഞിട്ട് വിസർഗ. ഇങ്ങനെ ഇത് നിങ്ങൾ ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് സംയുക്ത വ്യഞ്ജനങ്ങളാണ്. ഇനി ഇതിനകത്ത് ആദ്യം കുറേ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പേജ് നമ്പർ കുറേ ഹോംവർക്ക് പോലെ കുറേ തന്നിട്ടുണ്ട്. പേജ് നമ്പർ 4 തൊട്ട്. പേജ് നമ്പർ 4 നോക്കൂ. 4 അതിൽ കൊടുത്തിട്ടുണ്ട് സ്വരം. കാ കാ ഖ കി കി ഇത് എഴുതിയിരിക്കുന്നത്. അതുപോലെ ഖ് അതുപോലെ എഴുതണം. ഖ് ഖ ഖ ഖി ഖി ഓരോന്ന് തന്നെ എഴുതേണ്ടതാണ്. ചാച്ചാ ചീച്ചി അതെല്ലാം നിങ്ങൾ തന്നെ എഴുതി നോക്കുക. എളുപ്പമാണത്. അത് എഴുതി നോക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ളതുമായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.